ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കാപ്പിക്ക് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും അത് ചിലരെ കഴിക്കും, ചിലരത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഡലി ബാലൻസ് വന്നു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്കും എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 5 മിനിറ്റ് മതി, അത്രയും സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചെറിയൊരു പരിപ്പ് വട എന്ന് പറയാം കേട്ടോ. ഒരു ഇഡലി കൊണ്ടൊരു പരിപ്പ് വട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം വളരെ സിമ്പിളാണ്, ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഇപ്പം ഞാനൊരു 6-7 ഇഡലിയോളം നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആയിരുന്നു. അപ്പോൾ വൈകിട്ട് ഇത് വന്നപ്പം ആർക്കും വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഒരു എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കി പിള്ളേർക്ക് ചായയുടെ കൂടെ വൈകിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഇതുപോലെ ബാലൻസ് എത്ര ഇഡലി ഉണ്ടോ അത്രയും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിച്ചി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നമ്മുടെ കൈയിൽ നിന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് പിച്ചി എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെറുതാക്കി എടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഇത്രയും ഒന്ന് പിച്ചി ഇട്ടതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കാമെങ്കിൽ നല്ല പോലെ ഇഡലി നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത്രത്തോളം ഇഡലി ഇത്രയും പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം വേണ്ടുന്നത് സവാളയാണ്. ഒരു സവാള ഞാനിവിടെ നമുക്ക് സവാള ഇല്ലാത്തത് കൊണ്ട് കൊച്ചുള്ളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്ക് സവാള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സവാള എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള മാത്രം ഒന്ന് കൊത്തിപ്പൊടിച്ച് എടുക്കുക. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് കീറിയെടുക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇവിടെ ഇരുന്നത് കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ സവാളയും മല്ലിയിലയും പച്ചമുളകും കൂടെ നമ്മൾ ആ ഒരു ഇഡലിയുടെ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഇഡലിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന പൊടി ഐറ്റംസ് എന്ന് വെച്ചാൽ ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇല്ല കേട്ടോ, അത്രയും മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഒരു ശകലം ആ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടി ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. കുരുമുളക് ഉണ്ട് എന്നുണ്ടെങ്കിൽ 2-3 കുരുമുളക് ചതച്ചിടാം കേട്ടോ. അപ്പം പച്ചമുളകിൻ്റെ എരിവ് കുറച്ചാലും മതിയേ. ഇത്രയും കൂടെ നമ്മുടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും ആദ്യം നമ്മുടെ കൈ വെച്ച് നല്ലതുപോലൊന്ന് കുഴച്ച് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, പാല് ചേർക്കുന്നില്ല, ഒന്നുമില്ല. നമ്മൾ മുട്ടയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മളിത് ഇത്രയും കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷമേ മുട്ട ഒഴിക്കാവുള്ളൂ. അല്ലാതെ ആദ്യമേ മുട്ട ഒഴിച്ചാൽ ഇത് നമ്മൾ ആ കരുതുന്ന പരുവത്തിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. ആ ഒരു ടെക്സ്ചർ മാറിപ്പോകും. അപ്പം നമുക്ക് എണ്ണയ്ക്കകത്തിടുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ഈ ഒരു മാവ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല പോലെ കുഴച്ച് വെച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അതേണ്ട ഞാനിപ്പോൾ ഇവിടെ മുട്ട അത്രയും കുഴച്ചതിന് ശേഷമാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ മോൻ ഇടയ്ക്ക് കൂടെ വന്നൊരു പിച്ചാത്തിയും കൊണ്ട് വന്നതാണ്. അപ്പോൾ അതേണ്ട ഈ ഒരു മുട്ടയും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് നമുക്ക് ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമുക്കും കഴിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കഴിക്കാം. ഇഡലിയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നമുക്കിതിന് കറിയുടെ കാര്യങ്ങളൊന്നുമില്ല. അഥവാ എന്തെങ്കിലും ടച്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം മുളക് പൊടി വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതല്ല സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോസ് ഉപയോഗിച്ച് കഴിക്കാം. വൈകിട്ട് നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നമ്മുടെ ഇഡലിയും ദോശയും ബാലൻസ് വരുമ്പം കഴിക്കാത്തവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയൊരു പലഹാരം കേട്ടോ. അതല്ല വൈകിട്ടൊക്കെ ഇഡലി ഇരുന്നാൽ കഴിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതേണ്ട ഞാൻ ഇതേപോലെ നമ്മുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പരിപ്പ് വടയാണ്. പരിപ്പ് വടയെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണ ഇവിടെ നല്ലതുപോലെ തിളച്ച് കിടപ്പുണ്ട്. അപ്പം ഞാൻ ചെറിയ ഓരോ ബോളായിട്ട് എടുത്തിട്ട് നമ്മുടെ പരിപ്പ് വടയുടെ രൂപത്തിൽ ഒന്ന് ചെറിയ സർക്കിളായിട്ടൊന്ന് ചെയ്ത്
ഓരോന്നും നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഞാൻ ആദ്യമേ കാണിച്ചത്. നമ്മൾ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഞാനിതിപ്പം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പരിപ്പ് വടയുടെ രൂപത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതേണ്ട തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിപ്പോകുന്നില്ല. നല്ല രീതിയിൽ ഞാൻ ഇത്രയും കൂട്ടും നമ്മുടെ ഇഡലി പരിപ്പ് വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അന്നേരവും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വേണ്ടേ നമ്മുടെ ഇഡലി പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വൈകിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം കേട്ടോ. ഇത് ഞാൻ എല്ലാം ഒന്ന് ചുട്ട് എടുത്തിട്ട് ഞാൻ ഫൈനൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇഡലിയും ദോശയും ഒക്കെ അധികം വരും. എന്തായാലും എല്ലാ വീടുകളിലും അധികം വരുമ്പോൾ കഴിക്കാത്തവർക്കായിട്ട് ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേണ്ടേ നല്ല ടേസ്റ്റായിട്ട് നല്ല ഈ കാണുന്ന പോലെ തന്നെ കേട്ടോ. അതിൻ്റെ ഈ ലുക്ക് പോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ്. നമ്മളിതിനകത്ത് മുട്ടയും ഒക്കെ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല മുട്ടയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചു. കാരണം നമ്മുടെ എണ്ണ തിളച്ച് കിടക്കുമ്പം നമ്മൾ ആ സമയം കൊണ്ട് കുറച്ച് ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ പരുവത്തിന് വെന്ത് കിട്ടും, ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഇട്ട് റെഡിയാക്കി ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനം ഞാൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. നമ്മുടെ മാവ് കഴിഞ്ഞിട്ടുണ്ട്, ഇഡലി മാവ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേണ്ടേ ഇഡലി മാവല്ല, ഇഡലി കഴിഞ്ഞിട്ടുണ്ട്. അതേണ്ടേ ഇത്രയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ. എങ്കിലും വേണ്ടേ നല്ല ടേസ്റ്റും നല്ല ലുക്കിലും നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേണ്ട ഞാൻ മല്ലിയിലയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേണ്ട ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മുടെ മുട്ടയുടെയും നമ്മുടെ ആ ഇഡലി മാവും ഉള്ളിയും പിന്നെ നമ്മുടെ കായത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുമായിട്ട് നല്ല സൂപ്പറായിട്ടൊരു പലഹാരം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ വീഡിയോ കാണുമെന്നും ഫുള്ളായിട്ട് കാണുമെന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.